ശാന്തി. നമ്മുടെ മനസ്സിൻ്റെ ശക്തി അഥവാ ബോധതലത്തിൻ്റെ ശക്തി അത് നമ്മുടെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഒരു കർമ്മം നമ്മൾ ഇപ്പോൾ ചെയ്യാനെടുക്കുന്നതിൻ്റെ കുറഞ്ഞ എഫേർട്ടിൽ കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കാര്യം കൂടുതൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. ഇന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പല കർമ്മങ്ങളും, ഈവൻ ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആക്ഷൻ പ്രകാരം കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. മനസ്സ് മറ്റെവിടേക്കോ ഏതൊക്കെയോ തലങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. രാവിലെ ബ്രഷ് ചെയ്യായിരിക്കും നമ്മൾ. ബ്രഷ് ചെയ്യുന്ന സമയത്ത് മനസ്സ് മറ്റെവിടേക്കോ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. സ്ഥിരമായി കൊടുത്തു വെച്ച ഓർഡർ അനുസരിച്ച് ന്യൂറോൺ പാത്വേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ചെറിയ ഓർഡർ പ്രകാരം ഈ പ്രവൃത്തി നമ്മൾ കർമ്മം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുളിക്കുന്നുണ്ടാവും. റെഗുലർ റൂട്ടീനായി ചെയ്യുന്നതായിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും നിരന്തരമായി ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺ പാത്വേ സെറ്റ് ചെയ്യുന്നതിൻ്റെ ആധാരത്തിൽ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിരിക്കുന്ന ഡയറക്ഷൻസിലൂടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതേസമയം ബോധ മനസ്സ് മറ്റെന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ബോധ മനസ്സ് അലയുന്നതിൻ്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ആ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയവും വളരെ കൂടുതലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പല ആളുകളും ഇപ്പോൾ ഒരു പച്ചക്കറി മുറിക്കുകയാണെങ്കിൽ തന്നെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് മുറിച്ച് കഴിയേണ്ട പച്ചക്കറി അവർ അരമണിക്കൂർ എടുത്ത് മുറിക്കുന്നുണ്ടായിരിക്കും. കൈ കൊണ്ട് പച്ചക്കറി മുറിക്കുന്നുണ്ടായിരിക്കും. മനസ്സ് എവിടേക്കെങ്കിലുമൊക്കെ അലഞ്ഞു നടക്കുകയായിരിക്കും. എന്തെങ്കിലും ഓർമ്മയിൽ ചോദിച്ചാൽ ചിലപ്പോൾ കേട്ടോളം തന്നെയില്ല. അങ്ങനെയുള്ളവരും ഞാൻ കാണാറുണ്ട്. എത്ര കൂടുതൽ നമ്മുടെ ബോധ മനസ്സ് അലയാൻ നടക്കുന്നുണ്ടോ അത്രയും കൂടുതൽ നമ്മുടെ കർമ്മത്തിനോടുള്ളതായിട്ടുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ കാര്യം ചെയ്യാനുള്ളതായിട്ടുള്ള കർമ്മകുശലത മനുഷ്യന് കുറയാൻ തുടങ്ങും. മനസ്സിൻ്റെ സമാധാനവും സുഖവും നമുക്ക് നഷ്ടമാവും. നമ്മുടെ ഒരു കയ്യിൻ്റെ 5 വിരലുകൾ ഇത് ഓരോന്നും ഓരോ ദിശയിലേക്ക് വലിക്കപ്പെടുകയാണെങ്കിൽ ഒരിക്കലും ഒരു കർമ്മം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു മധുരമായ ലഡു ഉരുട്ടണമെന്നുണ്ടെങ്കിൽ ഈ 5 വിരലുകളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നല്ല ഷേപ്പുള്ള ഒരു ലഡു നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ ഈ ശരീരത്തിലും അതെ, അതിൻ്റെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ബോധ മനസ്സും ഉപബോധ മനസ്സും ഒന്നിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചാൽ കോൺഷ്യസ് മൈൻഡും അഥവാ മനസ്സും ബുദ്ധിയും രണ്ടും നമുക്ക് ഒന്നിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ സാധിച്ചാൽ ഒരു കാര്യം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂടുകയും ചെയ്യും. മനസ്സ് പുറത്തലയാൻ പോവുകയും കൈകൊണ്ട് കർമ്മം ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യന് സ്ട്രെസ്സ് കൂടുന്നത്, ടെൻഷൻ കൂടുന്നത്, കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരുന്നത്. എത്ര സമയം ഉണ്ടായിട്ടും എനിക്ക് സമയം തികയുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടാവുന്നതിൻ്റെ ഒക്കെ കാരണക്കാരിതാണ്. അതുകൊണ്ട് നമുക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ തിരിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്നൊരു ഘടകമാണ്. അതിനൊരു ചെറിയ കാര്യം ഒന്നും ചെയ്യാനില്ല നമുക്ക്. ഈവൻ നമ്മൾ കുളിക്കുക എന്ന് വിചാരിക്കുക. കുളിക്കുകയാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് കുളിക്കുക. ഞാൻ വെള്ളം ഒഴിക്കുകയാണ്, ഈ സമയത്ത് ഞാൻ സോപ്പ് തേക്കുകയാണ്, ഈ സമയത്ത് വളരെ മനോഹരമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിലെ എല്ലാ അഴുക്കും കളയുകയാണ്, കൈകൊണ്ട് ഞാൻ ശരിക്കും മേല് തേച്ച് കുളിക്കുന്നുണ്ട്, നല്ല മസാജിങ് നടക്കുന്നുണ്ട്, സർക്കുലേഷൻ നന്നായി നടക്കുന്നുണ്ട്, ഈ ശരീരം പൂർണ്ണമായിട്ട് ഫ്രഷ് ആവുന്നുണ്ട്. ഈ രീതിയിൽ ചെയ്യുന്ന കർമ്മത്തെ മനസ്സുകൂടി അതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ മനസ്സ് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ ഹയസ്റ്റ് ആയിരിക്കുന്നൊരു സ്റ്റേജ് ഉണ്ട്. ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയും സങ്കല്പിക്കാം നമുക്ക്, ഭഗവാനെ ജ്ഞാനസൂര്യനായ അങ്ങയുടെ കിരണങ്ങളാൽ ആത്മാവായ എൻ്റെ കുളി നടക്കുന്നു, ഈ ജലം കൊണ്ട് ഞാൻ ഈ ശരീരത്തെ കഴുകിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും രണ്ടും ഒരുപോലെ ശുദ്ധിയാവുന്നതായിട്ടുള്ള പ്രക്രിയ. കർമ്മം ചെയ്യുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്നുകിൽ ഈശ്വരനിൽ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട്, ഇപ്പം ഞാൻ കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കൂ. കർമ്മം ചെയ്യുകയാണ്, പച്ചക്കറി മുറിക്കുകയാണ്, ഓർ വാഷ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അറിഞ്ഞുകൊണ്ടൊരു മനസ്സിനെ പ്ലാനിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്യാനുണ്ട്, ആ കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വേണം അതിന് പ്ലാൻ ചെയ്യുന്നത്, അവരോട് ഇങ്ങനെ സംസാരിക്കണം, എനിക്കിത് പഠിക്കണം, ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ കൺട്രോളിൽ മനസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ണെങ്കിൽ തീർച്ചയായിട്ടും കർമ്മത്തിലെ കർമ്മകുശലത വർദ്ധിക്കും. കർമ്മം പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കുറഞ്ഞ സമയം അതിനുപയോഗിച്ചാൽ മതിയാവും. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുക കർമ്മയോഗ എന്ന് പറയുന്ന മെത്തേഡാണ്. കർമ്മ ആൻഡ് യോഗ ഒന്നിപ്പിച്ച് കർമ്മം ചെയ്യുന്ന സമയത്ത് കൂടി അതിനനുബന്ധമായിക്കൊണ്ട് പച്ചക്കറി മുറിക്കുകയാണെങ്കിൽ ഭഗവാനെ നിൻ്റെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള ഊർജ്ജം കൊണ്ട് എൻ്റെ ആത്മാവിൻ്റെ ആഹാരം ഞാൻ നിറയ്ക്കുന്നു, ശരീരത്തിന് ആവശ്യത്തിന് വേണ്ടി ഞാൻ ഈ പച്ചക്കറി മുറിക്കുകയാണ്. അങ്ങനെ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്
ചെയ്യുന്നതെങ്കിൽ ഡബിൾ ഗെയിനാണ്. നമുക്ക് 2 നേട്ടങ്ങൾ ഒന്നിച്ചാണ്. മനസ്സിനും ശക്തി നിറയും, ശരീരത്തിനും ശക്തി നിറയും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കർമ്മം ചെയ്താലും നമ്മുടെ മനസ്സിനെ അലയുന്നതിൽ നിന്ന് തിരിച്ചു പിടിച്ചു കൊണ്ടുവരാനാവും. നിങ്ങൾക്ക് അത്തരത്തിൽ ഈശ്വരനിലേക്ക് മനസ്സർപ്പിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒട്ടും വിഷമിക്കാനില്ല. ചെയ്യുന്ന കർമ്മത്തിലേക്കെങ്കിലും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരണം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നിങ്ങളിപ്പോൾ ഈ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് എവിടെയും പോവാതെ പൂർണ്ണമായിട്ട് മനസ്സിനോട് പറയുക, ഈ സ്പീച്ച് കേൾക്കുകയാണ്, സിസ്റ്റർ പറയുന്ന കാര്യം ഞാൻ കണ്ടുകൊണ്ട് ഞാൻ കേൾക്കുകയാണ് എന്ന ഒരു പ്ലാൻ ചെയ്താൽ കണ്ട് കേൾക്കുക. അതെങ്ങനെയാണ്? പച്ചക്കറി മുറിക്കുക എന്ന് സിസ്റ്റർ പറയുമ്പോൾ ഞാൻ പച്ചക്കറി മുറിക്കുകയാണ്, എൻ്റെ തലയ്ക്ക് മേലെ ഈശ്വരൻ വന്നിരിക്കുന്നു, അവിടെ മുകളിലൊരു പ്രകാശം വന്നിരിക്കുന്നു. അങ്ങനെ തലയ്ക്ക് മേലെ നിൽക്കുന്ന ആ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ എന്നിൽ വർഷിച്ചുകൊണ്ട് ഞാൻ പച്ചക്കറി മുറിക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ പോയിന്റ് മറക്കുന്ന പ്രശ്നമേ ഇല്ല. പലപ്പോഴും പല കാര്യങ്ങളും കേട്ട് മറന്നു പോകുന്നതിൻ്റെ രഹസ്യം എന്തുകൊണ്ടാണ്? അത് കേൾക്കുന്ന സമയത്ത് ഈ കർണങ്ങളിലൂടെ ശബ്ദം വരുന്നുണ്ട്, അതിവിടെ എത്തുന്നുണ്ട്, അത് 50%. ബാക്കി 50% മറ്റേതെങ്കിലും കാര്യങ്ങളെ അതിനുമായിട്ട് ഓർമ്മിപ്പിച്ച് അതിനെ ലിങ്ക് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പോഴാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കേൾവി നമുക്ക് സംഭവ്യമല്ലാതാകുന്നത്. അതുകൊണ്ട് കണ്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ആ കേൾക്കുന്നതിലേക്ക് പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ, നമ്മൾ കണ്ട് ചെയ്യുന്ന സമയത്ത് ആ ചെയ്യുന്നതിലേക്ക് പൂർണ്ണമായിട്ടുള്ള കോൺസെൻട്രേഷൻ, കണ്ട് വായിക്കുന്ന സമയത്ത് ആ വായിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആവാൻ വേണ്ടി കാണാത്ത ശക്തിയായി അലഞ്ഞു നടക്കുന്ന മനസ്സിനെ ആ കർമ്മത്തിലേക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് പറ്റുന്നു നിങ്ങളത് ചെയ്തു നോക്കിയാൽ നമുക്കറിയാം. പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ ആഹാരം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഉരുള ഭഗവാന്റെ ഓർമ്മയിൽ രണ്ടാമത്തെ ഉരുളയാകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ഓർമ്മ വരും. അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യം, അത് ചെയ്യാനുള്ള കാര്യം, ഇത് ചെയ്യാനുള്ള കാര്യം, മനസ്സ് അലയാൻ പോയി എന്നർത്ഥം. ഓരോ ഉരുള കഴിക്കുന്ന സമയത്തും അത് ആസ്വദിച്ചു, ഹായ് ഭഗവാൻ തന്നതായിരിക്കുന്ന ഈ അന്നം, ഇതെത്ര ശക്തിയാണ്, എത്ര ഊർജ്ജമാണ്, ഞാൻ ഈശ്വരൻ്റെ ഓർമ്മയിൽ എൻ്റെ വായിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ആ കഴിക്കുന്ന കുറച്ച് അന്നം തന്നെ ഒരുപാട് ശക്തി നമ്മുടെ ശരീരത്തിന് തരുന്നതാണ്. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ ആ ചെയ്യുന്ന കർമ്മത്തിൻ്റെ അവെയർനെസ് നമ്മുടെ ബോധതലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും അത് നമ്മളെ ആ കർമ്മത്തിന് അനുബന്ധമായിക്കൊണ്ട് അതിൻ്റെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ, വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ, അതിനെ പെർഫെക്ഷൻ ആക്കാൻ, അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ അതിന് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതെല്ലാം അതിൻ്റെ ചേരുവകളെ ചേർത്ത് അതിനെ ശക്തമായിരിക്കുന്ന ഒരു ഐറ്റം ആക്കി കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതിൻ്റെ പെർഫെക്ഷൻ അത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അതിനെയാണ് ഈ പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പച്ചക്കറി മുറിക്കുകയാണ്, ആ പച്ചക്കറി മുറിക്കലാണ് ഞാനുള്ളത്. ഞാനിപ്പോൾ വായിക്കുകയാണ്, ഞാൻ വായിക്കുന്നതിലാണ് ഉള്ളത്. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിലാണ് ഉള്ളത്. അങ്ങനെ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിലേക്ക് ആദ്യം അലയുന്ന മനസ്സിനെ പിടിച്ചു കൂട്ടിക്കൊണ്ടുവരാൻ ബെസ്റ്റ് മെത്തേഡ് ആ ചെയ്യുന്നതിലേക്ക് ഇങ്ങോട്ട് പോവാം. മനസ്സ് പുറമെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ്, നോക്കി ഈ റോട്ടിലാണ് പോകുന്നത്, ഇന്നെ കാര്യമാണ് നടക്കുന്നത്, അതിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാം. അടുത്ത നിമിഷം അവിടെ നിൽക്കുന്നില്ല എങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടാം. വിളിക്കുക ഈശ്വരനെ കൂടെ, ഈശ്വരനെ കാണ്. ആ പ്രകാശം നമ്മുടെ കൂടെ ഒരു രക്ഷാകവചമായി കൊണ്ട് ചുറ്റും നമ്മുടെ വണ്ടിക്ക് ചുറ്റും നിൽക്കുകയാണ്. ആ കവചത്തിനുള്ള ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മനസ്സിനൊരു പ്ലാനിങ് കൊടുത്തുകൊണ്ട് എപ്പോഴും അവെയർ ആയിക്കൊണ്ട് ഒരു ബോധവാനായിക്കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിലേക്ക് മനസ്സിനെ വലിച്ചു കൊണ്ടുവരിക, ഈശ്വരൻ്റെ കൂടെ കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിലേക്ക് പൂർണ്ണമായിട്ട് ഏകാഗ്രത കിട്ടാൻ തുടങ്ങും. അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? എന്ത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ മനസ്സും ബുദ്ധിയും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. അറിയാതെ ഈ ഒരു കൊച്ചു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ ഏകാഗ്രതയുടെ ശക്തി നന്നായി വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഏകാഗ്രതയുടെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതായിരിക്കുന്ന സമയം കുറയും, അതിൻ്റെ പെർഫെക്ഷൻ കൂടാൻ തുടങ്ങും. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ജീവിതത്തിലെ ടെൻഷൻ, സ്ട്രെസ്, വറി, ഫിയർ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലാതെയാകും. അതുകൊണ്ട് മനസ്സ് ഒന്നുകിൽ ഭാവിയിൽ അലയാൻ വേണ്ടി പോവും, അല്ലെങ്കിൽ പാസ്റ്റിൽ അലയാൻ വേണ്ടി പോവും. അങ്ങനെ അലഞ്ഞു നടക്കാൻ പോകുന്ന മനസ്സിനെ പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഭാവിയിൽ നിന്നും ഭൂതത്തിൽ നിന്നും മനസ്സിനെ പിടിച്ചെടുത്ത് വർത്തമാനകാലത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കുകയായി, നമ്മുടെ ടെൻഷൻ കുറയാൻ തുടങ്ങും. മനസ്സിൻ്റെ അലയുന്ന ശീലം ഇല്ലാതാകുന്നതോടുകൂടി തന്നെ എവിടെ എന്ത് പറയുന്നോ നിങ്ങൾ അത് പ്രകാരം നമ്മുടെ മനസ്സനുസരിക്കാനായിട്ട് തുടങ്ങും. മനസ്സ് അനുസരിക്കാനായി തുടങ്ങിയെന്ന് വെച്ചാൽ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കർമ്മത്തിലും നമ്മൾ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. ഈ ആനന്ദമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് ജോലി ചെയ്യുമ്പോഴും ഏത് സ്ഥലത്താണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിൽ നിന്നൊക്കെ ജീവിതത്തെ സുഖകരമായി തോന്നാൻ, ഈ ജീവിതം നമുക്ക് ജീവിച്ചു മതിയായില്ലെന്ന് പറയുന്ന രീതിയിൽ ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ ശക്തമാക്കി മാറ്റുന്നത് നമ്മുടെ മനസ്സും ബുദ്ധിയും നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ
ഏകാഗ്രതയോടെ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓരോ നിമിഷവും നമുക്ക് ആസ്വാദ്യകരമായിട്ട് മാറും. അതേസമയം അലയുന്ന മനസ്സും ചെയ്യുന്ന കർമ്മവും തമ്മിലാണെങ്കിൽ രണ്ടും ഒരു ബന്ധമില്ലാതിരിക്കാൻ തുടങ്ങും. പതുക്കെ പതുക്കെ കർമ്മങ്ങളിൽ നിങ്ങളുടെ കുശലത കുറയാൻ തുടങ്ങും. ജീവിതത്തിൽ ചെയ്തതൊന്നും ജയിക്കാത്ത അവസ്ഥയാവും. മനസ്സിൻ്റെ അലച്ചിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കട കാരണവുമായി തീരാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു കൊച്ചു പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ആദ്യം കൊണ്ടുപോവുക. എന്നിട്ട് അവിടെ ഈശ്വരൻ്റെ അടുത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ എന്തൊരു സുഖകരമായിരിക്കുന്നറിയോ നമ്മുടെ കർമ്മം. ആ കർമ്മയോഗി ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും സന്തോഷവും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ടൊരു ചെറിയ പ്രാക്ടീസാണ് ഇത്. ഏത് തിരക്കുള്ള ആൾക്കും എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബോധമനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഉപബോധ മനസ്സും ബോധമനസ്സും ഒന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും സുഖവും ജീവിതത്തിലെ വിജയവും നിങ്ങൾക്ക് നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.